പേര് ഫാത്തിമ ദിൻഹ, ക്ലാസ് 9th. റീമ 9B. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഇടുന്നത്. ഒരു ബീക്കർക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ആൽക്കലി ആണ്. അപ്പം നമുക്ക് ആസിഡ് വേണം. ആസിഡ് അതെടുത്ത് ആസിഡും ഒരു ബീക്കർക്ക് ആൽക്കലി. ആൽക്കലി. ഇനി നമ്മൾ ഫിനോഫ്തലിനാണ് എടുക്കുന്നത്. ഫിനോഫ്തലി ആൽക്കലിക്ക് ആക്കുമ്പോൾ കളർ ചേഞ്ച് ആവും. ആൽക്കലിക്ക് ഫിനോഫ്തലിൻ ചേർത്തപ്പോഴുള്ള മാറ്റാണ് ഇപ്പൊ കണ്ടത്. ഇനി നമ്മൾ ഈ കളറിന് മാറ്റാൻ പോവാണ്. സാധാ കളർലെസ് ഈ വെള്ളത്തിന്റെ കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ആൽക്കലി ഉപയോഗിക്കണം, ആസിഡ് ഉപയോഗിക്കണം. നമ്മൾ ആസിഡ് ഒഴിച്ചപ്പോ ഇത് പഴയ പോലെ തന്നെ ആയി. ഇതാണ് റിയാക്ഷൻ. ഇതിന്റെ ഡെഫിനിഷന് സാമ്പാർ. എൻ്റെ പേര് ഫാത്തിമ സബാർ. ഞാൻ 9B പഠിക്കുന്നത് ഷസീല്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കലി തേച്ചു ഒഴിവാക്കി ന്യൂട്രൽ പീസിലേക്ക് മാറ്റും. ഒഴിക്കുമ്പോൾ പർപ്പിൾ കളർ ചേഞ്ച് ആവും. ഇതാണ് ഇവിടുത്തെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ബ്ലീച്ചിങ് പൗഡറൊക്കെ നമ്മൾ ഈ കടുന്നൽ കുത്തിയാണ്. കടുന്നൽ കുത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? മഞ്ഞൾ. അതൊരു ലൊക്കേഷൻ റിയാക്ഷനാണ്.